നമസ്കാരം. 9 മണി ഒറ്റനോട്ടത്തിലേക്ക് സ്വാഗതം. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ KSRTCയിലെ 3861 താൽക്കാലിക കണ്ടക്ടർമാരെ പിരിച്ചുവിടാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി. പിരിച്ചുവിടുന്നതിനുള്ള ഉത്തരവ് നിശ്ചിത ഡിപ്പോകൾക്ക് കൈമാറും. KSRTC MD ടോമിൻ തച്ചങ്കരി തിരുവനന്തപുരം സിറ്റി യൂണിറ്റിൽ എംപാനൽ ജീവനക്കാരുമായി ചർച്ച നടത്തും. എംപാനൽ കണ്ടക്ടർമാരെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് PSC റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ നൽകിയ ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ, കൊച്ചിയിൽ നിന്ന് N ശ്രീനാഥ് എന്നിവർ ചേരുന്നു. ആദ്യം ഉമേഷിലേക്ക് പോകാം. ഉമേഷ്, 4000-ഓളം വരുന്ന KSRTC എംപാനൽ ജീവനക്കാരെയാണ് പിരിച്ചുവിടാൻ പോകുന്നത്. അവർ വ്യക്തമാക്കുന്നതും അവരുടെ ദുരിതങ്ങളെക്കുറിച്ച് തന്നെയാണ്. പ്രത്യേകിച്ചും ഇത്രയും പേരെ പിരിച്ചുവിടുമ്പോൾ KSRTCക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതു തരത്തിലാണ് ജീവനക്കാരടക്കമുള്ളവർ പ്രതികരിക്കുന്നത്? 3861 എംപാനൽ കണ്ടക്ടർമാരുടെ ലിസ്റ്റ് തയ്യാറാക്കി വിവിധ ഡിപ്പോകൾക്ക് കഴിഞ്ഞ ദിവസം തന്നെ കൈമാറിയിരുന്നു. ഇന്ന് 10 മണിയോടുകൂടി തിരുവനന്തപുരത്തെ സിറ്റി ഡിപ്പോയിൽ KSRTC MD ടോമിൻ തച്ചങ്കരി നേരിട്ടെത്തി എംപാനൽ ജീവനക്കാരുമായി സംസാരിക്കും. അതിനുശേഷമായിരിക്കും ഈ ഉത്തരവ് വിവിധ ഡിപ്പോകളിൽ നിന്ന് കണ്ടക്ടർമാർക്ക് കൈമാറുക. നിലവിൽ 10 മണിക്ക് മുൻപ് എത്തിയ എംപാനൽ ജീവനക്കാർക്ക് രാവിലെ തന്നെ ഡ്യൂട്ടികൾ പല സ്ഥലങ്ങളിലേക്കും ഒരുക്കി നൽകിയിട്ടുണ്ട്. ഈ ഒരു 3861 പേർ ഒരു ദിവസം കൊണ്ട് പിരിച്ചുവിടപ്പെടുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് KSRTCക്ക് അടക്കം പല സ്ഥലങ്ങളിലും സർവീസുകളടക്കം പൂർണ്ണമായും മുടങ്ങുന്ന ഒരു സാഹചര്യവും വരും. അതോടൊപ്പമാണ് ഇത്തരം 4000-ഓളം വരെ 3861 ജീവനക്കാരുടെ ജീവിത ഉപാധി ഒരു ദിവസം കൊണ്ട് ഇല്ലാതാകുമ്പോൾ അവർക്കുണ്ടാവുന്ന വിഷമവും അവരുടെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം വലിയ പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ സൃഷ്ടിക്കുകയും ചെയ്യും. അതുകൂടി മുന്നിൽ കണ്ടാണ് KSRTC MD നേരിട്ടെത്തി അവരോട് സംസാരിക്കാൻ പോകുന്നത്. അവരെ ഒരുപക്ഷെ അറിയിക്കാൻ പോകുന്നത് നിലവിൽ സുപ്രീം കോടതി അവധിക്ക് ശേഷം ജനുവരി 2-ന് തുറക്കുമ്പോൾ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീലിന് പോകും. അതുവരെ ഈ ഒരു സാവകാശം നൽകണം. അതിനുശേഷം എംപാനൽ ജീവനക്കാർക്കൊപ്പം തന്നെയാണ് സർക്കാർ എന്ന നിലപാട് അവരെ അറിയിക്കാനാണ് സാധ്യത. എന്തായാലും നമ്മുടെ ഇപ്പോൾ സിറ്റി ഡിപ്പോയിലെ കുറച്ച് എംപാനൽ ജീവനക്കാരുണ്ട്. ചേട്ടാ, ഇന്നിപ്പോൾ ഹൈക്കോടതി ഉത്തരവ് ഇന്ന് നടപ്പാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു ജോലി അടക്കം പോകാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്? 11 വർഷം കൊണ്ട് ഈ മേഖലയിൽ നിൽക്കുകയാണ്. ഇനി വേറൊരു തൊഴിൽ തേടി പോകുന്നത് വളരെ കഷ്ടമാണ്. നമ്മളെ പ്രായം തന്നെ അത് അതിക്രമിച്ചു പോയി. നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ഇത് KSRTCക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ്. അപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയിട്ട് ഒരാഴ്ചയായി ഞാൻ ഡ്യൂട്ടിക്ക് വന്നിട്ട്. അപ്പോൾ ഇന്ന് അവസാനമായിട്ട് ഒരു ഡ്യൂട്ടി ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇന്ന് രാവിലെ വന്നത്. ഇന്നിപ്പോൾ 10 മണിയാകുമ്പോൾ എന്താണ് വിധിയെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പോൾ വർഷങ്ങളായിട്ടില്ലേ എംപാനൽ ജോലിയിൽ? ഇപ്പോൾ കാരണം 10 വർഷമായവരെ പിരിച്ചുവിടേണ്ടതില്ലെന്നാണ് കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞത്. കോടതി ഉത്തരവുണ്ട്. പക്ഷേ അവരത് പറയുന്നത് അതല്ലല്ലോ പറയുന്നത്. ഇപ്പം മൊത്തം എംപാനലുകാരെ എന്നാണ് പറയുന്നത്. കോടതി 10 വർഷം കഴിഞ്ഞവരെ എന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ പറയുന്നില്ല. നിങ്ങൾക്കിപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മറ്റെന്തെങ്കിലും ജോലി തേടി പോകാനുള്ള സാഹചര്യമുണ്ടോ? ഇനിയില്ല, വയസ്സെല്ലാം ഓവറായി. 45 വയസ്സൊക്കെ ഓവറായി. ഇനി എന്തോന്ന് പറയാൻ? എത്ര വർഷമായിട്ട്? ഞാൻ 10 വർഷവും 6 മാസവും ആയി. ഈ ഒരു വർഷം ഓരോ തവണയും ജോലി ചെയ്യുമ്പോൾ 10 വർഷത്തോളം വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരിക്കൽ സ്ഥിരമാവുന്നുള്ള പ്രതീക്ഷയായിരുന്നു? ഉണ്ടായിരുന്നു. സ്ഥിരമാക്കുമെന്ന് പറഞ്ഞാൽ ഈ സർക്കാർ എല്ലാം നമ്മളെ കബളിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവരാരും യൂണിയൻകാരും പ്രതികരിക്കുന്നില്ല ഇതിനെതിരെ. തുച്ഛമായ ശമ്പളമാണെങ്കിൽ പോലും ആ ഒരു പ്രതീക്ഷ അല്ല, എന്തെങ്കിലും സ്ഥിരമാവുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ന്. ഞാൻ കയറിയപ്പോൾ 130 രൂപയായിരുന്നു ശമ്പളം. ഇന്ന് 480 രൂപയാണ് ഒരു ഡ്യൂട്ടി. 8 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ 480 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ സമൂഹത്തിൽ മറ്റുള്ളവർ ജീവിക്കുമ്പോഴാണ് നമ്മളെ കുട്ടികളെയും വളർത്തി ജീവിക്കുന്നത്. അപ്പോൾ ഈ പുറത്ത് 8 മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ 1000 രൂപയോളം ശമ്പളമുണ്ട്. ഒരു ഹിന്ദിക്കാരന് വേറെ പണിക്ക് പോയാലും 1000 രൂപ ശമ്പളമുണ്ട്. അപ്പോൾ അവർ ജീവിക്കുന്ന മേഖലയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ 8 മണിക്കൂർ 480 രൂപ വെച്ച് 11 കൊല്ലം കൊണ്ട് ഈ ജോലി ചെയ്ത് ഈ KSRTCക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൂടാ നമ്മൾ വേറൊരു ജോലിക്ക് വേണ്ടി എങ്ങനെ പോകും? പ്രതീക്ഷയുണ്ടോ? സർക്കാർ പറയുന്നത് ഇപ്പോഴും പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. തീർച്ചയായും ഇതാണ് ഇവർക്ക് പറയാനുള്ളത്. അവരുടെ ജീവിത ഉപാധി ഒരു ദിവസം കൊണ്ട് ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായി കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ളവ ഒരു ദിവസം കൊണ്ട് ആ വരുമാനത്തിൽ ജീവിച്ചിരുന്ന ആളുകളുടെ ഒരു വരുമാനം പൂർണ്ണമായി തടസ്സപ്പെടുമ്പോൾ സ്വാഭാവികമായി അവരുടെ കുടുംബത്തിനടക്കം അത് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കും. കൂടാതെയാണ് KSRTCയിൽ സർവീസുകൾ മുടങ്ങുന്നത് പൊതുജനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. 4000-ലധികം വരുന്ന പുതിയ PSC അഡ്വൈസ് മെമ്മോ നൽകിയ പുതിയ ജീവനക്കാരെ എടുക്കാനുള്ള നടപടിക്രമങ്ങൾ KSRTC ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ
അത്തരത്തിൽ ജീവനക്കാരെ എടുത്താൽ പോലും വളരെ പെട്ടെന്ന് അവരെ KSRTCയിൽ പരിശീലനം നൽകി സർവീസ് സ്വന്തം നിലയിലോ സ്വതന്ത്രമായി സർവീസ് നടത്താൻ ഇനിയും ഒരുപക്ഷെ 1 മാസത്തിലധികം എടുക്കും. ആ ഒരു സമയത്ത് 1 മാസത്തോളം കാലയളവിൽ, ഇപ്പോൾ മണ്ഡലകാലമാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ ബസ്സുകളും സർവീസ് നടത്തേണ്ട സമയമുണ്ട്. ഈ 1 മാസത്തോളം കാലം പൊതുജനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇന്ന് ഉത്തരവ് നടപ്പാക്കിയേ മതിയാകൂ. 10 മണിയോടുകൂടി നടപ്പാക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരവും. 3861 എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിടാനാണ് തീരുമാനം വന്നിരിക്കുന്നത്. ഹൈക്കോടതി ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഹൈക്കോടതിയെ വീണ്ടും സർക്കാർ സമീപിച്ചെങ്കിലും ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം തന്നെയാണ് കോടതി നൽകിയത്. ഇതിനിടെയാണ് എംപാനൽ കണ്ടക്ടർമാരെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് PSC റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നതും. കൊച്ചിയിൽ നിന്നും N. ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, പ്രത്യേകിച്ചും കോടതി വിധി അത് കൃത്യമായി നടപ്പാക്കണമെന്ന കർശന നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതിനൊപ്പം ഇന്ന് ഈ PSC ഉദ്യോഗാർത്ഥികൾ, ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളും ലിസ്റ്റിലുള്ളവരും വീണ്ടും ഹർജിയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നു. മൊത്തത്തിൽ എങ്ങനെയാണ് ഈ ഹർജികളെല്ലാം ഏത് തരത്തിലായിരിക്കും കോടതി പരിഗണിക്കുക? ഒപ്പം തന്നെ ഈ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ അത് ഏത് തരത്തിലാണ് ജീവനക്കാർ ഈ വിഷയത്തെ കാണുന്നത്? ജോയി, നമുക്ക് ആദ്യം ജീവനക്കാരുടെ പ്രശ്നങ്ങളിലേക്ക് തന്നെ കടക്കാം. എറണാകുളത്ത് തന്നെ ഏതാണ്ട് 107 ജീവനക്കാരെയാണ് പിരിച്ചുവിടാൻ ഉത്തരവായിരിക്കുന്നത്. ആ ഉത്തരവ് അവരുടെ കൈവശം ലഭിച്ചിട്ടില്ല. ഇന്ന് ഏതാണ്ട് 10 മണിയോടുകൂടി ഉത്തരവ് ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഇന്ന് രാവിലെ അവർ പലരും ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. അതിനുശേഷം അവർ ആ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തുമ്പോഴായിരിക്കും, രണ്ടാമത്തെ ഡ്യൂട്ടി എടുക്കാനായിട്ട് തുടങ്ങുമ്പോഴായിരിക്കും ഒരുപക്ഷെ അവർക്ക് പിരിച്ചുവിടൽ ഉത്തരവ് ലഭിക്കുക. ഇപ്പോൾ ശബരിമല സീസണാണ്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 107 ജീവനക്കാർ എന്ന് പറയുമ്പോൾ 107 സർവീസ് തന്നെ മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷവും ഒരു രണ്ടാമത്തെ സെക്കൻഡ് സർവീസും എടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 214ഓളം സർവീസുകൾ ഒരു ദിവസം തന്നെ മുടങ്ങാൻ സാധ്യതയുണ്ട്. ഇതിനെ എങ്ങനെ ക്രമീകരിക്കണം എന്നറിയാതെ KSRTCയും ബുദ്ധിമുട്ടുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലീവുകൾ വെട്ടിക്കുറയ്ക്കാനും മറ്റു ചില ജീവനക്കാരെയൊക്കെ തന്നെ, താൽക്കാലിക ജീവനക്കാരല്ലാത്ത മറ്റു ചില ജീവനക്കാരെയൊക്കെ തന്നെ കണ്ടക്ടർ ഡ്യൂട്ടിയിലേക്ക് പ്രവേശിപ്പിക്കാനും ഒക്കെയുള്ള ശ്രമം, അത്തരത്തിൽ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്താനായിട്ട് ഇപ്പോൾ KSRTC ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ എത്രമാത്രം പ്രാവർത്തികമാകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും നിരവധി ജീവനക്കാർ, ഏതാണ്ട് 107 ജീവനക്കാർ ഇന്ന് സർവീസിന് പോയിരിക്കുന്നു. മറ്റു ചിലർ സർവീസ് എടുക്കാനായി തയ്യാറായി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ KSRTC ജീവിതത്തിന് ഇന്ന് സിംഗിൾ ബെൽ ഇടുകയാണ്. എന്താണ് നിങ്ങളുടെ ഒരു ജീവിതത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഈ ഒരു ജോലി ഇല്ലാതാകുന്നതോടെ നിങ്ങളുടെ അവസ്ഥ എന്തായി മാറും? ഈ ഒരു ജോലിയില്ലാതെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ഇപ്പോൾ 8 വർഷത്തോളം ഞാൻ ഇതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 8 വർഷം കൊണ്ട് നമ്മൾ ഒന്നും സമ്പാദിച്ചിട്ടൊന്നുമില്ല. അതിന് 450 രൂപക്കാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാങ്ക് ബാലൻസ് ആയിട്ട് ഒന്നുമില്ല. പിന്നെ ഇവിടുന്ന് പിരിച്ചു വിട്ടാലോ ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് പ്രൈവറ്റ് കമ്പനിയിലാണെങ്കിലും അവർക്ക് പിരിച്ചു വിട്ടാൽ എന്തെങ്കിലും കൊടുക്കുന്നതായിരിക്കും. ഇത് നമുക്ക് അതും കൂടി ഉണ്ടാവില്ല. അപ്പോൾ ജീവിതം ഇനി മുന്നോട്ട് എന്ത് ചെയ്യുമെന്നുള്ള ഒരു ആശങ്കയിലാണ്. എല്ലാവരും ആത്മഹത്യയുടെ വക്കീലാണ് ഇപ്പോൾ മിക്കവരും തന്നെ ഇരിക്കുന്നത്. പിന്നെ എല്ലാവരും തന്നെ ഒരു 55-60 വയസ്സിന് മുകളിലുള്ളവരാണ് മിക്കവരും ഇവിടെ ഉള്ളത്, സർവീസുള്ളത് ആയിട്ട്. അവർക്ക് ഇനി എന്ത് കൂലിപ്പണിക്കോ കൽപ്പണിക്കോ അങ്ങനെ എന്ത് പണിക്ക് പോകാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഇല്ല ഓൾറെഡി അതായിട്ട്. പിന്നെ നിങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ടോ? ഹൈക്കോടതിയിൽ പ്രതീക്ഷയുണ്ടോ ഇനിയും? എംപാനൽ സംയുക്ത സമരസമിതി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഓൾറെഡി അപേക്ഷ കൊടുത്തിട്ടുണ്ട് ആയിട്ട്. അതിൻ്റെ ഒരു ഇതിൽ ഇന്നലെ ആ ഹർജി എടുക്കുന്നത്? ഇന്നാണ് ഹർജി എടുക്കുന്നത്. ഹർജിയിൽ എന്തായാലും നമുക്കറിയില്ല. വിധി എന്തായാലും വന്നാലും നമുക്ക് സന്തോഷമുള്ളൂ. ഞങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ ആയിട്ട്. ഹൈക്കോടതി 5 മിനിറ്റ് പോലും നീട്ടി നൽകാനാവില്ല എന്ന് സാവകാശ ഹർജി കൊടുത്തപ്പോൾ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ PSCയിൽ നിന്ന് നിരവധി പേർ ജോലിക്കായി കാത്തിരിക്കുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷയുണ്ടോ? അല്ല, PSCന്ന് എടുക്കുന്ന ആളെടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. കാരണം PSCന്ന് എത്ര ആൾക്കാർ വന്നാലും അതിലും ബാലൻസ് ഇവിടെ നമുക്ക് ഡ്യൂട്ടി ഉണ്ടായിരിക്കും ആയിട്ട്. അത് ഞങ്ങൾ കൺഫേം ആയിട്ട് ഞങ്ങൾക്ക് പറയാം, നമുക്ക് ഡ്യൂട്ടി കിട്ടും എന്നുള്ളത് ആയിട്ട്. ഇവർ PSCന്ന് ആളെടുക്കുന്നതിന് നമുക്ക് യാതൊരു എതിർപ്പുമില്ല ആയിട്ട്. ഏതായാലും ഇവരുടെ ഒരു നിലപാട് ഇതുതന്നെയാണ്. ഇന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവർ നൽകിയ, അതായത് എംപാനൽ കൂട്ടായ്മ നൽകിയ ഒരു ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ KSRTCയിൽ ഇത് സംബന്ധിച്ച് നിലവിലുള്ള ഹർജിയിൽ ഇന്ന് റിപ്പോർട്ട് നൽകാൻ KSRTC MDയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഇന്ന് ഒരുപക്ഷെ റിപ്പോർട്ട് നൽകും. സാവകാശ ഹർജി ഒരു 5 മിനിറ്റ് പോലും വൈകിപ്പിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇതിനിടയിൽ KSRTC MD നടത്തിയ വാർത്താ സമ്മേളനവും ഹൈക്കോടതിയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ
ഇത്തരത്തിൽ നിഷേധാത്മകമായ നിലപാടുമായി മുന്നോട്ട് പോയാൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ഹൈക്കോടതിക്ക് അറിയാം എന്നാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഏതായാലും ഹൈക്കോടതി വളരെ കടുത്ത നിലപാടിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. പക്ഷേ ഇവർ വളരെ പ്രതീക്ഷയിലാണ്. കാരണം ഇവരുടെ ജീവിതമാർഗമാണ്. ഇവർക്ക് മറ്റ് ജീവിതമാർഗം തേടി ഇനി പോകാനും സാധ്യമല്ല. ഈ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് കരുണാപൂർവമായ ഒരു സമീപനം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയിലാണ് ഈ എംപാനൽ കൂട്ടായ്മ ഉള്ളത്. ഏതായാലും ഇന്ന് അവരുടെ ഹർജി പരിഗണിക്കുന്നുണ്ട്. ഇവർക്ക് മറ്റേതെങ്കിലും നേരത്തെ ഇവർ സൂചിപ്പിച്ച പോലെ PSCയിൽ നിന്ന് ആളുകളെ എടുത്താൽ തന്നെ ഇവരെ കൂടെ ഉൾക്കൊള്ളിക്കാൻ ഉള്ള തക്ക സംവിധാനം KSRTCക്കുണ്ട്. അത്രയും ജീവനക്കാരെ KSRTCക്ക് ആവശ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ അപേക്ഷ പരിഗണിക്കപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ എംപാനൽ കൂട്ടായ്മയുള്ളത്. 3861 എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിടുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. കൂട്ട പിരിച്ചുവിടലാണ് ഇന്നു മുതൽ ഉണ്ടാകാൻ പോകുന്നത്. അതേസമയം ഈ വിഷയം ജീവനക്കാർക്കൊപ്പം തന്നെ എംപാനൽ ജീവനക്കാർക്കൊപ്പം തന്നെ KSRTCയും പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കും. കൂടുതൽ കടത്തിലേക്ക് KSRTC നീങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ്, കൊച്ചിയിൽ നിന്ന് N ശ്രീനാഥ്. മറ്റു വാർത്തകളിലേക്ക് പോകാം. കൊച്ചിയിൽ വെടിവെപ്പുണ്ടായ ബ്യൂട്ടി പാർലറിന്റെ ഉടമ ലീന മരിയ പോൾ ഇന്ന് കേരളത്തിലെത്തി പോലീസിന് മൊഴി നൽകും. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഇന്ന് ഹർജി സമർപ്പിക്കും. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം ഹവാല ഇടപാടുകാരിലേക്ക് നീങ്ങുന്നതായാണ് സൂചന. നെയിൽ ആർട്ടിസ്ട്രി എന്ന ബ്യൂട്ടി പാർലറിന് നേരെ വെടിവെപ്പുണ്ടായ സംഭവത്തിൽ ഉടമയായ ലീന മരിയ പോൾ ഇന്ന് കൊച്ചിയിലെത്തി പോലീസിന് മൊഴി നൽകും. അധോലോക നായകൻ രവി പൂജാരിയുടെ പേരിൽ തനിക്ക് പലതവണ ഭീഷണി കോളുകൾ വന്നിരുന്നുവെന്നാണ് ലീന മരിയ പോളിന്റെ വെളിപ്പെടുത്തൽ. ഇപ്പോഴും തനിക്ക് ഭീഷണിയുണ്ട്. ഭീഷണിയുള്ളതിനാലാണ് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുന്നതെന്നും ലീന ന്യൂസ് 18നോട് പറഞ്ഞു. രവി പൂജാരി അറിയില്ലെങ്കിൽ ഗൂഗിൾ അബൌട്ട് ആദ്യം അവർ പറയും they need 5 crore, then they want 25. അപ്പോ ഇറ്റ്സ് ഓൾ ഡിഫറെന്റ് എമൗണ്ട്. ഹവാല ഇടപാടുകളുമായി തനിക്ക് ബന്ധമില്ല. ഭർത്താവ് സുകാഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംഭവത്തിന് പിന്നിലില്ല. ബാങ്ക് സാമ്പത്തിക ക്രമക്കേടിൽ തന്നെ കോടതി വെറുതെ വിട്ടതാണെന്നും ഭർത്താവിനെതിരെയുള്ള കേസുകൾ കോടതിയിലായതിനാൽ ഇപ്പോൾ അതേക്കുറിച്ച് പ്രതികരിക്കുന്നില്ലെന്നും ലീന പറഞ്ഞു. എന്നാൽ സംഭവത്തിൽ രവി പൂജാരിക്ക് ബന്ധമുണ്ടോ എന്ന പോലീസിന് സ്ഥിരീകരിക്കാനായിട്ടില്ല. ഹവാല ഇടപാടുകാരുമായി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നതെന്നാണ് സൂചന. ന്യൂസ് 18 കൊച്ചി. സർഫാസി നിയമം ഉപയോഗിച്ചുള്ള ജപ്തി നടപടികൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുമ്പോഴും കടുത്ത നടപടികളുമായി ബാങ്കുകൾ മുന്നോട്ട്. ജപ്തി ചെയ്ത വീടുകൾ ലേലത്തിൽ വിൽക്കാതിരിക്കാൻ ലക്ഷങ്ങളാണ് ചെലവിനത്തിൽ മാത്രം ആവശ്യപ്പെടുന്നത്. ബാങ്ക് ഏർപ്പെടുത്തിയ സെക്യൂരിറ്റി ജീവനക്കാരുടെ ചെലവിനത്തിൽ 3 ലക്ഷത്തിലധികം രൂപ നൽകണമെന്ന് കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് നൽകിയ നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. KDC ബാങ്കിന്റെ സർഫാസി നടപടിക്കിരയായി വീട് ജപ്തി ചെയ്യപ്പെട്ട് അടുത്തുള്ള തൊഴുത്തിൽ കഴിയുകയാണ് കൈവേലി മുള്ളുപറമ്പത്ത് നാണു. ജപ്തി ചെയ്ത വീട്ടിൽ 2 സെക്യൂരിറ്റി ജീവനക്കാരെ ജില്ലാ സഹകരണ ബാങ്ക് നിയോഗിച്ചിട്ടുണ്ട്. ഇവർക്കുള്ള ചെലവും നാണുവിൽ നിന്ന് ഈടാക്കുകയാണ് ബാങ്ക്. 3 ലക്ഷം രൂപ വായ്പയെടുത്ത നാണു കാവൽക്കാരുടെ ചിലവിലേക്കായി മാത്രം അടയ്ക്കേണ്ടത് 3,36,000 രൂപ. വീട് വിറ്റുപോകാതിരിക്കണമെങ്കിൽ മുതലിനും പലിശയ്ക്കുമൊപ്പം ഈ പണവും അടയ്ക്കണം. ബാങ്ക് പറയുന്നതിന് മുമ്പേ ഞാൻ ബാങ്ക് പോയ ദിവസം അന്ന് പിന്നെ 3 ലക്ഷം ഉറുപ്പിക ഞങ്ങളെ പ്രശ്നം തീരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ 45 ഇവിടെ കെട്ടി വെച്ചിട്ടാണ് ഞാൻ 3 ലക്ഷം പിന്നെ 1.5 കൊണ്ട് പോകുന്നത്. 2.5 കൊണ്ട് പോയിട്ട് അവിടെ നിന്ന് ഓല് പറഞ്ഞു ഇങ്ങനെ 3 ലക്ഷം അല്ലേ നിങ്ങൾ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോല് പറയേണ്ടി എന്നോട് 3 ലക്ഷം നിങ്ങളങ്ങ് എടുത്തോ 45 ഇവിടെ കെട്ടിയാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാകും. അന്നേരം 50,000 ഉറുപ്പിക കുറഞ്ഞു പറഞ്ഞിട്ട് ഓല് പറഞ്ഞ് ചെയ്യാൻ പറ്റിയില്ല. കാർഷിക വായ്പ ആവശ്യപ്പെട്ടു ചെന്ന നാണുവിന് ഗാർഹിക വായ്പയായാണ് KDC ബാങ്കിന്റെ കുറ്റ്യാടി ശാഖ 3 ലക്ഷം രൂപ നൽകിയത്. പലിശ ഇനത്തിൽ 1,97,000 രൂപ തിരിച്ചടച്ചു. ഒറ്റത്തവണ തീർപ്പാക്കലിന് 10,28,000 രൂപ അടയ്ക്കാനാണ് നോട്ടീസ്. തിരിച്ചടവ് നടത്താതിരിക്കാനാണ് ബാങ്ക് നിയോഗിച്ച സെക്യൂരിറ്റി ജീവനക്കാരുടെ ചെലവ് കൂടി ഉൾപ്പെടുത്തി തുക വർദ്ധിപ്പിച്ചതെന്നാണ് ആക്ഷേപം. മന്ത്രിന്റെ ഓർഡറിൽ ഈ കടലാസ് ഇവർ തരുമ്പോൾ 4 ലക്ഷത്തി ഈ കടലാസ് തരുന്നേരെന്ന് പറഞ്ഞാൽ 15 ദിവസം ബൈക്കില്ല ഈ കടലാസ് ഞങ്ങൾക്ക് തന്നെ. എന്നിട്ട് ഈ കടലാസ് അവിടെ കൊണ്ടുപോയിട്ട് ഇത് പ്രാബല്യത്തിൽ വരുത്തേനെന്ന് പറഞ്ഞാൽ മടക്കി മുഖ്യമന്ത്രിന്റെ കത്ത് വരെ ഇല്ലുണ്ടേനു. എന്നാൽ സുരക്ഷാ ജീവനക്കാരെ ഏർപ്പെടുത്തുന്നതും അതിന്റെ ചെലവ് കടക്കാരിൽ നിന്ന് ഈടാക്കുന്നതും ജപ്തിയുടെ നടപടിക്രമം മാത്രമാണെന്നാണ് ബാങ്കിന്റെ വിശദീകരണം. ന്യൂസ് 18 കോഴിക്കോട്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഇന്ന് അധികാരമേൽക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രതിപക്ഷ ഐക്യത്തിന്റെ വേദിയായേക്കും. മുൻ പ്രധാനമന്ത്രിമാരായ SD ദേവഗൌഡ, മൻമോഹൻ സിംഗ്,
ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. ആം ആദ്മി പാർട്ടി നേതാക്കളെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ഉണ്ണികൃഷ്ണൻ, 3 കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ചടങ്ങുകൾ എപ്പോൾ നടക്കും 3 സംസ്ഥാനങ്ങളിലും? ഒപ്പം തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രതിപക്ഷത്തുള്ള പ്രധാന നേതാക്കളുടെ ഒരു കൂട്ടായ്മയും ഇന്ന് ദൃശ്യമാകാൻ സാധ്യതയുണ്ട്. മൊത്തത്തിലുള്ള വിവരങ്ങൾ. ജോയ്, 3 സംസ്ഥാനങ്ങളിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവുമായാണ് നിശ്ചയിച്ചിരിക്കുന്നത്. രാവിലെ 10:15 ആദ്യ സത്യപ്രതിജ്ഞാ ചടങ്ങ് രാജസ്ഥാനിൽ നടക്കുന്നത്. ജയ്പൂരിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആൽബർട്ട് ഹാളിലാണ് മുഖ്യമന്ത്രിയായി അശോക് ഗെഹ്ലോട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രിയായി സച്ചിൻ പൈലറ്റും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രതിപക്ഷ ഐക്യത്തിന്റെ ഒരു പ്രഖ്യാപന വേദിയായി മാറ്റാനുള്ള ആലോചനയാണ് കോൺഗ്രസ് നടത്തിയിരുന്നത്. 3 ഇടങ്ങളിലും ഒരേ ദിവസം സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിച്ച് പ്രതിപക്ഷ നേതാക്കളെ എല്ലാം അവിടെ പങ്കെടുപ്പിക്കുക എന്നതായിരുന്നു കോൺഗ്രസിന്റെ നീക്കം. എന്നാൽ പ്രതിപക്ഷത്ത് നിന്ന് എത്രമേൽ പാർട്ടികളുടെ പിന്തുണ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. മമതാ ബാനർജി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി ഈ ചടങ്ങിന് പങ്കെടുക്കില്ല. മറിച്ച് മമതയുടെ പ്രതിനിധിയായി ദിനേശ് ത്രിവേദിയാണ് അയച്ചിട്ടുള്ളത്. മമതയുടെ പ്രത്യേക സന്ദേശമൊന്നും ഈ ചടങ്ങിൽ വായിക്കുന്നതിനായി കൊടുത്തയച്ചിട്ടുമില്ല. മറ്റ് 2 നേതാക്കളുടെ അസാന്നിധ്യം മായാവതിയുടെയും അഖിലേഷ് യാദവിന്റെയുമാണ്. ഇരുവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. അതേസമയം കർണാടകയിൽ നിന്നുള്ള JDS നേതാവ് HD കുമാരസ്വാമി, കർണാടക മുഖ്യമന്ത്രി, ഒപ്പം മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, ജമ്മുകാശ്മീരിൽ നിന്നുള്ള ഫറൂഖ് അബ്ദുള്ള തുടങ്ങിയ നേതാക്കൾ ഈ ചടങ്ങിനെത്തും. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമായി കുറെ കൂടി അടുപ്പത്തിനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കിക്കൊണ്ട് ആപ്പിന്റെ പ്രതിനിധിയായി സഞ്ജയ് സിംഗും ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു നേതാവ് തേജസ്വി യാദവാണ്. ഈ 3 സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലും അദ്ദേഹം പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധി ഇതിനകം തന്നെ രാജസ്ഥാനിലേക്ക് തിരിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിൽ ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. വൈകിട്ടാണ് ഛത്തീസ്ഗഡിൽ ഭൂപേഷ് ബാഗൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. കമൽനാഥിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും വലിയ രീതിയിലുള്ള പ്രതിപക്ഷ നേതാക്കളുടെ പങ്കാളിത്തത്തിന് തന്നെയാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് എം ഉണ്ണികൃഷ്ണൻ. സിഖ് വിരുദ്ധ കലാപക്കേസിൽ കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാറിനെ കുറ്റവിമുക്തനാക്കിയത് ചോദ്യം ചെയ്ത് നൽകിയ അപ്പീലുകളിൽ ഡൽഹി ഹൈക്കോടതി ഇന്ന് വിധി പറയും. ഡൽഹി കന്റോൺമെന്റ് മേഖലയിലെ രാജ്നഗറിൽ ഒരു കുടുംബത്തിലെ 5 പേരെ കൊലപ്പെടുത്തിയ കേസിൽ 2013 സജ്ജൻ കുമാറിനെ കോടതി കുറ്റവിമുക്തനാക്കിയത്. അതേസമയം കേസിൽ മറ്റ് 5 പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചു. ജസ്റ്റിസ് നാനാവതി കമ്മീഷൻ ശുപാർശ പ്രകാരം 2005 സജ്ജൻ കുമാർ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. വിചാരണ കോടതി വിധിക്കെതിരെ CBIയും കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുമാണ് അപ്പീൽ നൽകിയത്. ജസ്റ്റിസ് മുരളീധർ അധ്യക്ഷനായ 2-അംഗ ബെഞ്ചാണ് വിധി പറയുക. റഫേൽ ഇടപാടിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും CPMും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് അറ്റോർണി ജനറൽ KK വേണുഗോപാലിനെതിരെ അവകാശ ലംഘനത്തിനും പ്രതിപക്ഷ കക്ഷികൾ നോട്ടീസ് നൽകും. KP അഭിലാഷ് ചേരുന്നു വിവരങ്ങളുമായി. അഭിലാഷ്, വീണ്ടും പാർലമെന്റ് നടപടികൾ ക്രമങ്ങളിലേക്ക് നീങ്ങുന്നു. പക്ഷേ ഇന്ന് കൂടുതൽ സഭാ നടപടികൾ പ്രക്ഷുബ്ധമാകാനുള്ളൊരു സാധ്യത തന്നെയാണ് ഉള്ളത്. ഏതൊക്കെ വിഷയങ്ങൾ ഇന്ന് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരും? പാർലമെന്റിന്റെ 2 സഭകളും ഇന്നും തടസ്സപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ നിലയിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. പ്രത്യേകിച്ച് റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ആരോപണങ്ങൾ ശക്തമാക്കുക എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ലോക്സഭയിൽ കോൺഗ്രസ് ആയിരുന്നു വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. രാജ്യസഭയിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്. ഇന്നും സമാനമായ നീക്കങ്ങളാണ് 2 സഭകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം CPMും ഈ നീക്കത്തിൽ പങ്കാളിയാകുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പ്രത്യേകിച്ച് അറ്റോർണി ജനറൽ KK വേണുഗോപാലിനെയും CAG അധ്യക്ഷനെയും വിളിച്ചു വരുത്തണമെന്ന ആവശ്യം കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉന്നയിച്ചതാണ്. അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകും എന്ന CPIM MP P കരുണാകരൻ കഴിഞ്ഞ ദിവസം ന്യൂസ് 18നോട് സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ സഭാ നടപടികൾ ഇന്നും തടസ്സപ്പെടും എന്ന കാര്യം വ്യക്തമാണ്. ജോയ്, റഫാൽ ഇടപാട് ഇന്നും പാർലമെന്റ് നടപടികളെ തടസ്സപ്പെടുത്തിയേക്കും. വിവരങ്ങൾ നൽകിയത് KP അഭിലാഷ്.